നമുക്കേറെ ഇഷ്ടപ്പെട്ട സിനിമാ സീരിയൽ താരമായ മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ രാവിലെ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ഒക്കെ നമ്മുടെ ഇഷ്ടം കവർന്ന ഒരു നടി കൂടിയാണ്. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 200-ൽ പരം സിനിമകൾ, 25-ൽ പരം സീരിയലുകൾ, നിരവധി നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലം നീണ്ട ഒരു വലിയ കലാസബരയുടെ ഉടമയാണ് നമ്മളെ വിട്ടുപോകുന്നത്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. അഭിജിത്ത് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു നടി കൂടിയാണ്. പലതരത്തിലുള്ള വേഷങ്ങളിലൂടെ, അമ്മ വേഷങ്ങളിലൂടെയും മുത്തശ്ശി വേഷങ്ങളിലൂടെയും ചെറിയ കുശുമ്പ് കാണിക്കുന്ന വേഷങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന കലാകാരിയാണ് ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ഈ അവസാന കാലത്ത് വളരെ ഒരു കഷ്ടത്തിലുമായിരുന്നു അവരുടെ ജീവിതമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും മനു, പ്രശസ്ത സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ 5 ദിവസമായിട്ട് അവർ ചികിത്സയിലായിരുന്നു. മസ്തിഷ്ക ആഘാതവുമായിട്ടുള്ള ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു നടി മീന ഗണേഷ് ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അവർ അന്തരിച്ചത്. മീന ഗണേഷിന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് അവർ ജനിച്ചത്. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകൾ കൂടിയാണ് നടി മീന ഗണേഷ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അവർ നാടകരംഗത്ത് സജീവമായിരുന്നു. പാലക്കാട് പട്ടാമ്പിയിലെ കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ഗണേഷ് ആദ്യമായി നാടകരംഗത്ത് എത്തുന്നത്. തുടർന്ന് 1970-ൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുകയും പിന്നീട് നാടകങ്ങളിലേക്ക് കുറച്ചും കൂടെ അവർ സജീവമായി കടക്കുകയായിരുന്നു. KPSC SL പുരം സൂര്യസോമ, ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്ങനെ നിരവധി നാടക സമിതിയിൽ അവർ അഭിനയിച്ചു. അവരുടെ പ്രധാനപ്പെട്ട നാടകം എന്ന് പറയുമ്പോൾ പാഞ്ചജന്യം, ഫസഹ്, മയൂഖം, സിംഹാസനം, സ്വർണ്ണമയൂരം, 1000 നാവുള്ള മൗനം എന്നിങ്ങനെ നിരവധി നാടകങ്ങളിലും അവർ ശ്രദ്ധേയമായ വേഷം നാടക പ്രസ്ഥാനങ്ങൾ അതിന്റെ ഏറ്റവും പ്രതാപകാലത്ത് അതിന്റെ മുഖമായി നിന്ന കലാകാരികളിൽ ഒരാൾ കൂടിയാണ്. കാരണം കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ട്രൂപ്പുകൾ, ഇപ്പോൾ KPSC ആകട്ടെ, ഗീതയാകട്ടെ, നാഷണൽ തിയേറ്റേഴ്സ് ആകട്ടെ, കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന് വഴിവെട്ടിയ എണ്ണം പറഞ്ഞ ട്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട അഭിനേത്രി കൂടിയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മലയാളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ കൂടി അടയാളപ്പെടുത്തേണ്ട ഒരു പേര് കൂടിയാണ് മീന ഗണേഷ് എന്ന് പറയുന്നത്. മനു സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീന ഗണേഷ് ചെയ്ത കൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയ അവരുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു വേഷമായിരുന്നു. 1976-ൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് നടി മീന ഗണേഷ് സിനിമയിലേക്ക് കടക്കുന്നത്. എങ്കിൽ പോലും 1991-ലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രം അവതരിപ്പിച്ചതോടുകൂടിയാണ് അവർ കുറച്ചും കൂടെ മലയാളികളുടെ സിനിമ ജീവിതത്തിലേക്ക് കുറച്ചും കൂടെ അടുക്കുന്നത്. പിന്നീട് 200-ലധികം സിനിമകൾ അഭിനയിച്ചു. അതിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ അവർ ശ്രദ്ധേയമായ വേഷം ചെയ്യുകയും ചെയ്തു. നിലവിൽ ഷൊർണൂരിലെ ചുടുവാലത്തൂർ മൈത്രി നഗറിലായിരുന്നു താമസം. സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മക്കൾ. മനു, ശരി. ഏതായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരികളിൽ ഒരാൾ, ഒരുപാട് സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, അതിനൊക്കെ അപ്പുറത്തേക്ക് നാടകങ്ങളിലൂടെ മലയാളത്തിൻ്റെ കലാലോകത്തെ സമ്പന്നമാക്കിയ ഒരു കലാകാരിയാണ് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. 81 വയസ്സുണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ, എത്ര സിനിമകൾ, ഇപ്പോൾ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനുമുണ്ട്, കരുമാടിക്കുട്ടൻ, നന്ദനം, അങ്ങനെ നമ്മുടെ ആ നന്ദനത്തിലെ ആ അമ്മമാരുടെ സീനൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ എത്രമാത്രം ഭംഗിയായിട്ടാണ് അവരത് അനായാസം നമ്മളിലേക്ക് എത്തിച്ചത്. അത്ര നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ എക്സ്പീരിയൻസ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ നൽകിയ ഒരു ഓളം ചെറുതായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ച, ചില സമയങ്ങളിൽ നമ്മളെ കരയിപ്പിച്ച, കുശുമ്പ് കാട്ടിയ, അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു നടി കൂടിയാണ് യാത്ര പറഞ്ഞു പോകുന്നത്.